നമസ്കാരം കൂടിയാണ്. ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 21/3/2026 ശനിയാഴ്ച രാവിലെ റബ്ബർ വില മാറ്റമില്ലാതെ അങ്ങനെ തുടരുകയാണ്. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. ഇനി റബ്ബർ വില കോട്ടയം മാർക്കറ്റ് വില നോക്കുമ്പോൾ RSS കിലോ 217, RSS കിലോ 212, ISNR20 185, ലാറ്റക്സ് 60% ആഴ്ചയുള്ള 152 15 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം മാർക്കറ്റ് വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS കിലോ 217, RSS കിലോ 212. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 206, ലോട്ട് കിലോ 189 മുതൽ 196. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCകൾ ഒട്ടുപാൽ കിലോ 136, 60% DRCകൾ ഒട്ടുപാൽ കിലോ 102. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS കിലോ 230 രൂപ 96 പൈസ, RSS കിലോ 230 രൂപ 54 പൈസ. ഈ കർണാടക വില നോക്കുമ്പോൾ RSS3 212 രൂപ 50 പൈസ, RSS കിലോ 212, RSS 206. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCകൾ ഒട്ടുപാൽ 130 രൂപ, ലോട്ട് കിലോ 188 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് 203, ഫാക്ടറി വില 213. വിശദമായി നോക്കുമ്പോൾ 25% DRCയുള്ള 200 ലിറ്റർ 1150, 30% DRCയുള്ള 200 ലിറ്റർ 12180, 35% DRCയുള്ള 200 ലിറ്റർ 14210, 40% DRCയുള്ള 200 ലിറ്റർ 16240. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS കിലോ 250, RSS കിലോ 204, ISNR20 182 മുതൽ 182 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയുള്ള ഒട്ടുപാൽ കിലോ 119 മുതൽ 132 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. മഴ തണുത്തതിന് ശേഷം റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കുവാൻ അതിനായി തൊഴിലാളികളെയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണ 22 ഗ്രാം 13,835, ഒരു പവൻ 1,10,680. 24 ക്യാരറ്റ് 15,093, ഒരു പവന് 1,20,744. അതുപോലെ 18 ക്യാരറ്റ് 11,320, ഒരു പവൻ 90,560. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 60 രൂപ, ഒരു പവൻ്റെ മുകളിൽ 480 രൂപയാണ് കൂടിയത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയല്ലാത്ത മുട്ടത്തേങ്ങ ഇന്ന് 75, പച്ചത്തേങ്ങ ചകരിയുള്ള 40 മുതൽ 60, വെളിച്ചെണ്ണ ലിറ്റർ 410, കൊക്കോ 250, കൊപ്ര എടുത്തപടി 151, കാഞ്ഞിരക്കുരു 1850, കശുവണ്ടി 140, അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, ജാതിക്ക തൊണ്ടോടുകൂടി 280, കച്ചവലം 500, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പ് 925, നെല്ല് കിൻഡൽ 2500, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 1880, പിണ്ണാക്ക് എസ്പെലാർ 38, റോട്ടറി 41, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 687, കുരുമുളക് ഗാർബിൾഡ് കിലോ 717, കുരുമുളക് പുതിയ 687, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേല 155, വാഴക്കുളം പൈനാപ്പിൾ പച്ച 36, പഴം 48, വയനാടൻ കുരുമുളക് 690, ചേട്ടൻ 685, കാപ്പിക്കുരു 36,000. കൊട്ടാരക്കരയിൽ അതിവാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരമോ? LDFിന് വേണ്ടി സഖാവ് KN ബാലഗോപാലൻ ഇന്ന് പത്രിക നൽകുകയാണ്. കോൺഗ്രസിന് അതായത് UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി നേരത്തെ നാമനിർദ്ദേശ പത്രിക കൊടുത്തിരുന്നു. രശ്മി ആണ് BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മുമ്പ് NDA കഴിഞ്ഞ വർഷം 10,000 വോട്ടുകൾക്ക് KN ബാലഗോപാലിനെ വിറപ്പിച്ച രശ്മി ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. CPMൻ്റെ സഹായത്തോടുകൂടി കഴിഞ്ഞ 3 തവണ MLA ആയിരുന്ന ഐഷ പോറ്റി ഇപ്പോൾ കോൺഗ്രസിൽ ചേക്കേറി ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. ഈ വാശിയേറിയ തെരഞ്ഞെടുപ്പ് ചൂടിലാണെങ്കിൽ കൊട്ടാരക്കര കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ധനകാര്യമന്ത്രിയായിരുന്ന KN ബാലഗോപാലിൻ്റെ മണ്ഡലവും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കെട്ടുന്ന വളരെ നമുക്കും ജനാധിപത്യത്തിൽ പങ്കെടുക്കാം.